നമസ്കാരം. ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം BJP തലസ്ഥാനത്ത് ചിന്താ സദസ് സംഘടിപ്പിച്ചു. ഭരണഘടനാ അട്ടിമറിയും കോൺഗ്രസിന്റെ ജനാധിപത്യ ധ്വംസനവും എന്ന വിഷയത്തിൽ നടന്ന സദസ് BJP തിരുവനന്തപുരം ജില്ലാ പ്രഭാരി കുളനട അശോകൻ ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥയുടെ 50ാമത് വർഷത്തിൽ തുറന്നിരിക്കുന്നത് ഈ വർഷത്തിൽ ഇന്ന് തുടങ്ങി വെക്കുന്ന ഈ ഒരു ചർച്ച നമ്മുടെ രാജ്യത്താകമാനം കോൺഗ്രസ് നടത്തിയിട്ടുള്ള നേതൃത്വം വഹിച്ചിട്ടുള്ള ഈ ജനാധിപത്യ സംവിധാനത്തിന് നേരെ അവർ കാണിച്ചിട്ടുള്ള അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കായിട്ട് വഴി തുറക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഈ ഔപചാരികമായി അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച എന്റെ വാക്കുകൾ നടത്തുന്നു. നമസ്കാരം. BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് അധ്യക്ഷനായി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് 2-3 മണിക്കൂർ മുമ്പ് തന്നെ ഡൽഹിയിലെ പത്രസ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇന്ദിരാഗാന്ധി ഓഫീസിൽ നിന്നും കോൾ ചെയ്തിട്ട് പത്രം അച്ചടിക്കുക അവസാനിപ്പിക്കാൻ പറഞ്ഞു. അത് പ്രഖ്യാപനം ഒപ്പിട്ട ഇന്ത്യൻ പ്രസിഡന്റിന് പോലും താൻ ഒപ്പിടുന്നത് എന്തിനായിരുന്നു എന്ന് മനസ്സിലായ പിറ്റേ ദിവസം രാവിലെ പത്രങ്ങളെ പോലെ ഇത്രത്തോളം നിഗൂഢമായി ഒരു രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തിലേക്ക് കൊണ്ടുപോയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഡോക്ടർ K. ജയപ്രസാദ് വിഷയ അവതരണം നടത്തി. അടിയന്തരാവസ്ഥ എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു പ്രധാന വിഷയം ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആയിട്ട് സഞ്ജയ് ഗാന്ധിക്ക് കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ എല്ലാ അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കളും 19 മുതൽ 21 മാസം വരെയും ജയിലിലായിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ നിരോധിക്കുകയും അതിന്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ ജയിൽവാസം അനുഭവിക്കുന്നത് അടിയന്തരാവസ്ഥ ഒരർത്ഥത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെ 2ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നായക സ്ഥാനത്ത് കൊണ്ടുവരാനും അത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് അത് നിരോധിച്ചിരുന്നുവെങ്കിൽ പോലും അന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനും ദേശീയമായ മുന്നേറ്റത്തിന് നേതൃത്വം നൽകാനും സാഹചര്യമൊരുക്കുകയും ഒരു പാൻ ഇന്ത്യൻ മൂവ്മെന്റിലേക്ക് അത് വരുന്നതിന് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ അനന്തര കാലഘട്ടം രാഷ്ട്രീയ സ്വയംസേവക ചരിത്രത്തിൽ ഒരു പുതിയ നാഴികക്കല്ലാണ്. വളരെ ശക്തമായ ശ്രമങ്ങളും ബോധവൽക്കരണവും ഉണ്ടാകണം. ഇത് സേഫ് അല്ല നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. കാരണം നമ്മുടെ ഈ സംസ്കാരവും നമ്മൾ പറയുന്ന വിശാലതയും ഒക്കെ ഈ അടിത്തറയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത് സമയം ഇതിനെ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത. ജില്ലാ ജനറൽ സെക്രട്ടറി വെങ്ങാനൂർ സതീഷ് സ്വാഗതം പറഞ്ഞു. BJP നേതാക്കളായ കരമന ജയൻ, അഡ്വക്കേറ്റ് പത്മകുമാർ, കൗൺസിലർമാരായ P. അശോക് കുമാർ, കരമന അജിത് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽ ജീവിതം അനുഭവിച്ച പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു. അദ്ദേഹം 2 മാസം